ഇത് നോക്കി, അതല്ലടാ നമ്മുടെ സൈക്കിള്. ആ അത് തന്നെ. വാടാ. എവിടോ പോലീസ്. പോലീസോ? പോലീസാ? ഓ മറ്റേ നമ്മുടെ അത് പോലീസ് മാമൻ അന്ന് അമ്മൂമ്മയെ അഭിനന്ദിക്കാൻ വന്നില്ലായിരുന്നോ? പയ്യന്റെ സൈക്കിൾ അന്ന് നമ്മൾ അടിച്ചോണ്ട് വന്നേ. അവൻ പോലീസിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്താടാ? ഒന്നുമില്ല. ഇത് തന്നെയല്ലടാ സൈക്കിള്. നോക്കട്ടെ. അച്ഛാ ഇത് എന്റെ സൈക്കിൾ തന്നെയാ. ഇത് എന്റെ സൈക്കിളാ. അല്ല എന്റെ സൈക്കിളാ. ഇത് എന്റെ സൈക്കിളാ. എന്റെ സൈക്കിളാണ്. ഒന്ന് നോക്കിയേ സാറേ, എന്താ പ്രശ്നം? ഞാൻ എൻ്റെ കൊച്ചിനെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കുമായിരുന്നു. അന്നേരം തെങ്ങിന്റെ മണ്ടയിൽ ഞങ്ങൾ ഒരു മയിലിനെ കണ്ടു. ഞങ്ങൾ അതിനെ നോക്കാൻ പോയി തിരിച്ചു വന്നപ്പോ താണ്ടെ സൈക്കിള് കാണുന്നില്ല. അളിയാ ഇവിടെ മയിലൊക്കെ ഉണ്ടോ? ഇത് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അച്ഛാ ഇത് എന്റെ സൈക്കിൾ തന്നെയാ. അയ്യോ മക്കൾ, ഇത് മക്കളുടെ സൈക്കിൾ അല്ല സാറേ. ഒരു 2-3 മണിക്കൂർ മുന്നേ ഈ വാഴക്കാല ജംഗ്ഷനിൽ പോയിട്ട് ഇവര് മേടിച്ച സൈക്കിളാ, പുതിയ സൈക്കിളാ ഇത്. എവിടെ നിന്ന് മേടിച്ചു നിങ്ങള്? നമ്മുടെ വാഴക്കാലയിലെ സൈക്കിൾ എടാ. വാഴക്കാലയിൽ എവിടെ? മറ്റേ ഈ എന്താണ്? വെറോണിക്ക സൈക്കിൾ എടാ. വെറോണിക്ക ഫ്രണ്ടിൽ നിന്ന് ടയറൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കൂലേ. ഓ ഇതുണ്ട്, മറ്റേ ബില്ലുണ്ട് അല്ലളിയാ. അത് ശരി. കാര്യം എന്താണെന്നറിയോ? ഇവനും ഇതേ മോഡൽ സൈക്കിള് തന്നെയാ. ആരോ അടിച്ചു മാറ്റിയതാന്നേ. അടിച്ചു മാറ്റിയൊന്നും ആയിരിക്കുമല്ലോ സാറേ. സൈക്കിൾ എടുത്തവന്മാർ ആരായാലും ഇടിച്ചവന്റെ കൂമ്പ് ഞാൻ കലക്കും. കലക്കണം സാറേ, കലക്കും. അല്ല ഇനിയിപ്പോ ആർക്കേലും അബദ്ധം പറ്റിയതായിരിക്കും. അബദ്ധം പറ്റിയതാണെങ്കിലും ഞാൻ ഇടിക്കും. ഇടിക്കണം സാറേ. ഇടിക്കും. ആ സാർ ഒരു കാര്യം ചെയ്യും സാറേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കും. എന്ത് സ്ഥലസായ ഞാൻ പരാതി കൊടുക്കാനോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കൊച്ചിന്റെ സൈക്കിൾ മോട്ടിച്ചവനെ പിടിക്കാൻ എനിക്കറിയാം. വാടാ നമുക്ക് നോക്കാം. ഈ പരിസരത്ത് തന്നെ കാണും. സാറേ എങ്ങാനും അവനെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ഇടിച്ച് പപ്പടാക്കണേ. ഇടിച്ച് പപ്പടാക്കും ഞാൻ അവനെ. പിന്നെ കൊച്ചുങ്ങളുടെ സൈക്കിളാണോ മോഷ്ടിക്കുന്നത്? പിന്നല്ല. ആ സൈക്കിള് കട്ടവരെ സാറിന്റെ കയ്യിൽ കിട്ടണം, ഇടിച്ച് പഞ്ചറാക്കും. നല്ല ഇടിയനാന്നാ കേട്ടത്. കണ്ട ഇതേപോലെ സൈക്കിൾ എവിടെങ്കിലൊക്കെ കൊണ്ടുപോകും, ആരെങ്കിലൊക്കെ കട്ടോണ്ട് പോവും. ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നാ കൊണ്ടേ അകത്തോണ്ട് വെക്ക് ചെല്. എന്റെ പൊന്നോ മാറ്. അളിയാ എത്രയും പെട്ടെന്ന് ആ സൈക്കിൾ എടുത്തെടുത്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. അല്ലയോ ഇപ്പൊ സൈക്കിളും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങേരാ ഏരിയ കിടന്ന് കറങ്ങുന്നുണ്ടാവും. നമ്മളെ കൈ കിട്ടിയ നല്ല ഇടിയിടിയും കള്ളന്മാരുന്ന പേരും വരും. അത് വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ദുബായിക്ക് തിരിച്ചു പോണ്ട. എടാ ഇത് എന്തോ ചെയ്യും ആലോചിക്കാം.